ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മത്തിമുട്ട ഫ്രൈ ആണ്. അതായത് മത്തി പഞ്ഞീൻ, പരഞ്ഞിൽ എന്നൊക്കെ ഇതിന് പറയും. അപ്പോൾ ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് 2 കിലോ മത്തിയുടെ പഞ്ഞീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കഴുകി വെച്ച മത്തിയുടെ പഞ്ഞീൻ ചേർത്ത് നന്നായി കുഴച്ച് ഒരു 10 മിനിറ്റോളം വെക്കുക. ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. 10 മിനിറ്റ് വെക്കുന്നത് കുറച്ച് മുളകും ഉപ്പൊക്കെ നന്നായിട്ട് പഞ്ഞീനിലേക്ക് സെറ്റ് ആവാൻ വേണ്ടിയാണ്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒന്നുകൂടി ടേസ്റ്റി ആയി കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ശേഷം കുറച്ച് കറിവേപ്പില ചേർക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ഞീൻ ചേർത്ത് കൊടുക്കാം. പഞ്ഞീൻ നമ്മൾ ഉപ്പും മുളകൊക്കെ ഇട്ട് കുഴച്ച് വെച്ചെങ്കിലും മുളകും പഞ്ഞീനും വേറെ വേറെ ആയിട്ടേ നിൽക്കൂ. ഇത് ചൂടായതിന് ശേഷം എല്ലാം കൂടി മിക്സായി കിട്ടും. അപ്പം കുറേ നേരം ഇളക്കി കൊടുക്കണ്ട, അത് പൊടിഞ്ഞു പോകും. കുറച്ച് നേരം നമുക്കൊന്ന് ചൂടാവാൻ വേണ്ടി അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതിയാകും. ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് നേരം ഒരു 10 മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും. പകുതി വേവാകുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മത്തി മുട്ട ഫ്രൈ ഇവിടെ റെഡി ആയി കിട്ടും. നന്നായി വെന്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.